നിന്ന് വല്ലതും കഴിക്കുമോളെ? എനിക്ക് വിശപ്പില്ല, എനിക്കൊന്നും വേണ്ട. ആഹാരം കഴിക്കാതെ ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നാൽ വാ. പെൺകുട്ടികൾക്ക് ഈ വാശി നല്ലതല്ല. അവള് കോളേജിൽ പോയി 10 വർഷം പഠിച്ച് നന്നാവുണ്ടാവും നിനക്കല്ലേ വാശി? ഞാൻ വാശി പിടിക്കുന്നതേ അവളുടെ നന്മയ്ക്ക് വേണ്ടിയാ, അല്ലാതെ അവള് കോളേജിൽ പോയാലെന്താ, പോയില്ലെങ്കിൽ എനിക്കെന്താ? കുറച്ചൊക്കെ വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്നവരാ പഞ്ഞിപ്പറമ്പിലെ പെണ്ണുങ്ങള്. വലിയ പണിക്കരുതേ. പണിക്കരും പണിക്കരുടെ പഞ്ഞും ചൗമനിയുടെ എന്റെ മെക്കിട്ട് കയറുന്ന എന്തിനാ? ഞാൻ തോറ്റെന്നങ്ങ് സമ്മതിച്ചേക്കാം. ആമ്പിള്ളേരും പെമ്പിള്ളേരും ഒന്നിച്ചിരുന്ന് ഈ പഠിക്കുന്ന ഏർപ്പാടുണ്ടല്ലോ, എനിക്കത് തീരെ ഇഷ്ടമല്ല. വിമൻസ് കോളേജ് ഇവിടുന്ന് 70 കിലോമീറ്റർ അകലെയാ. ഹോസ്റ്റലിൽ നിർത്താന്ന് വെച്ചാൽ അതിനുള്ള കഴിവ് നമുക്കുണ്ടോ? ആ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അവളെ എവിടെ അയക്കണ്ടെന്ന്. ഞാൻ മാത്രല്ലല്ലോ അമ്മേ, ഫൗസിയ, റീത്ത, രാധ, സുശീല, ആശ എല്ലാരും കോളേജിൽ ചേർന്നില്ലേ? ഫൗസിയുടെ കല്യാണം കഴിഞ്ഞിട്ടും ഭർത്താവ് അവളെ കോളേജിൽ വിട്ടു. മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും എനിക്കറിയണ്ട. കോളേജിൽ പഠിക്കുന്ന ആമ്പിളെന്ന് പറഞ്ഞാലേ വഷളുകളാ, തീയാണ് തീ. അറിഞ്ഞോണ്ട് എന്തിനാ തീ കൊണ്ടുവന്ന് കഴുത്തു വെക്കുന്നത്? എല്ലാരും കോളേജിൽ പഠിക്കുന്ന പോലെ ഞാനും പഠിച്ച എന്തമ്മേ. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചീത്തപ്പേര് കിട്ടിയതാ, പിന്നെ അത് ഒരിക്കലും ആയില്ല കുട്ടി. നമ്മൾ പാവങ്ങളാണ് മോളെ. പണമില്ലാത്ത വീട്ടിലെ പെൺകുട്ടികള് ഏറ്റവും അധികം സൂക്ഷിക്കണം. അപ്പോ നിങ്ങൾക്ക് എന്നെ വിശ്വാസമില്ലല്ലേ? ഇല്ലെന്ന് ആരെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടായാൽ ഞാൻ ദൈവത്തെ തൊട്ട് സത്യം ചെയ്യുന്നു, ഞാൻ അമ്മയെ തൊട്ട് സത്യം ചെയ്യുന്നു, എന്നെ കോളേജിൽ പോകാൻ അനുവദിക്കും അമ്മേ. ഞാൻ ഒരു അപവാദവും കേൾപ്പിക്കില്ല, സത്യം. പെണ്ണ് പിറന്നാൽ അച്ഛനമ്മമാർക്ക് ആണ് പിറക്കുന്നത് പോലുള്ള സന്തോഷം ഉണ്ടാവില്ല. നിന്റെ തത്വശാസ്ത്രം നിർത്ത്. ഒക്കൂന്ന് പറ. നിങ്ങൾ രണ്ടാളും തീരുമാനിച്ചു കഴിഞ്ഞില്ലേ? അതല്ലേ നടക്കൂ. ഞാനൊന്നും എതിര് പറയുന്നില്ല. പോകുന്നതൊക്കെ കൊള്ളാം. കുടുംബത്തിന്റെ അഭിമാനം അതാണ് നമുക്ക് ഏറ്റവും വലുത്. എന്തെങ്കിലും ഒരു ചീത്തപ്പേരുണ്ടായാൽ ഒരിക്കലും അമ്മയുടെ മകൾ ചീത്തപ്പേര് കേൾപ്പിക്കില്ല, സത്യം. പഞ്ഞിപ്പറമ്പിലെ ചത്തവരും ജീവിച്ചിരിക്കുന്നവരുമായ എല്ലാ മഹിളകൾക്കും സ്തുതി. ഇത്തവണത്തെ അഡ്മിഷൻ കളർഫുൾ. ഏതിനെ നോക്കണം, ഏതിനെ ഈ കണ്ടാൽ അമ്മച്ചി തരുവാണെങ്കിൽ അവള് തീരെ കുട്ടിയല്ലേ. വലിയ നാക്കേറിട്ടോമല്ല, അതാ വരികണേ. ഈ അമ്പലവും വലുതാണ്, പ്രതിഷ്ഠയും വലുതാണ്. പൂജയ്ക്ക് 2 മേൽശാന്തികളല്ലോ. ലേറ്റ് അഡ്മിഷൻ ആണല്ലോ. ഇത് പേര് പറഞ്ഞാലേ ഞാനൊരു മുട്ടായി വാങ്ങിച്ചു തരാം. ഒരു നിമിഷം, ഈ റോസ് കളർ ഇഷ്ടമാണല്ലേ? എനിക്ക് ഇഷ്ടമാണ്. ചെമ്മാനമറ്റത്തെ പറമ്പകത്ത് വീട്ടിലെ കൊച്ചൂർപ്പേടന്റെ മാളാണ് ഈ പൂർണിമ. പൂർണിമ കുട്ടിയെ കോളേജിൽ ചേർത്തു അല്ലേ? ചേർത്തു. ഏത് വിഷയമാ? സെക്കൻഡ് ഗ്രൂപ്പിനാണ് അവൾ അപേക്ഷിച്ചിരുന്നത്, പക്ഷെ കിട്ടിയില്ല. കിട്ടിയത് 4ാം ഗ്രൂപ്പാ. അത് സാരമില്ല, അവളുടെ പല കൂട്ടുകാരികളും ആ ഗ്രൂപ്പിലുണ്ട്. അപ്പോ പണത്തിനെല്ലാം വലിയ ചെലവ് കാണും അല്ലേ? അയ്യോ, ഒന്നും പറയണ്ട മുതലാളി. എന്റെ മകൻ എപ്പോഴും പറയും പൂർണിമക്കുട്ടിയുടെ കാര്യം. മോളെ, നിന്റെ ക്ലാസ്സിലെ എത്ര ആമ്പിളരുണ്ടെന്നാ നീ പറഞ്ഞത്? 32. എന്റെ ഭഗവതി, 32 പേര് 32 സ്വഭാവക്കാരായിരിക്കും. ഏതാ നല്ലത് ഏതാ ചീത്തയാന്ന് എങ്ങനെ അറിയുന്നത്?
എത്ര പെമ്പിള്ളരാ? 24. 24? അപ്പോ ആൺകുട്ടികളാ കൂടുതൽ അല്ലേ? സാറന്മാരൊക്കെ പെണ്ണുങ്ങളാണോ? അല്ല, ആൺസാറന്മാരുണ്ട്. നീ കാരണം എന്തെങ്കിലും ഒരു മനക്കടി തറവാടിനുണ്ടായാൽ അന്ന് ഞാൻ തൂങ്ങിച്ചാവും. വീണ്ടും പറയാണ്, അന്ന് ഞാൻ തൂങ്ങിച്ചാവുമെന്ന്. തമ്പി മുതലാളി എതിർകക്ഷിക്കാരനായതുകൊണ്ടാണ് ഞങ്ങളൊന്നും മിണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ കൃഷിക്ക് വായ്പ നൽകിയപ്പോൾ പാവപ്പെട്ടവരോടുള്ള സ്നേഹം കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ഈ അവസരത്തിൽ പണം ചോദിച്ചാൽ തൊഴിലാളികൾക്ക് കൊടുക്കാനാവില്ലല്ലോ. കേസിന് പോവാ. പാവപ്പെട്ടവൻ അന്തിറങ്ങാനുള്ള കൂരയും കൂടെ സ്വന്തമാക്കാമല്ലോ. നിങ്ങൾ സമാധാനമായിട്ടിരിക്കും. സഖാവേ, ജില്ലാ പ്ലീനത്തിന് പാർട്ടിയിൽ വിശ്വാസമുള്ള എല്ലാവരെയും കൊണ്ടുപോകണം. നമ്മുടെ ബ്രാഞ്ച് ആയിരിക്കണം ഏറ്റവും നല്ല ബ്രാഞ്ച്. അല്ല, ഇപ്പോഴെങ്ങോട്ട് പോകുന്നു സഖാവി? വഴക്കിട്ടിട്ടാണ് ഇറങ്ങിപ്പോകുന്നതെങ്കിലും ഇത്തരം ഒരു കാര്യത്തിന് വീട്ടിൽ പോയില്ലേ പറ്റൂ. പാർട്ടിയുടെ ഡിസിപ്ലിൻ മാനിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് യൂണിയൻ പ്രസിഡന്റുമായി ആലോചിച്ചിട്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. പ്രമേയവും പ്രസ്താവനയും ഫോട്ടോ എടുപ്പും സഖാവിന് അത് മാത്രമല്ലേ വിചാരമുള്ളൂ. രാഷ്ട്രീയം ഒരു ഷോ ബിസിനസ് ആണ്. സാരമില്ല, അനുഭവം കൊണ്ടും പരിശീലനം കൊണ്ടും നിനക്കത് മനസ്സിലായിക്കും. തൊഴിലാളികളുടെ നേർന്ന പ്രശ്നങ്ങൾ മുന്നിലുള്ളപ്പോഴാണ് സഖാവേ തമാശ. അധ്വാനിക്കുന്നതിന് മുമ്പിൽ തമ്പിയല്ല, തമ്പിയെ തന്തയെതിരുന്നാലും ഇടിച്ച് ചമ്മന്തിയാക്കണം. ക്ഷമിക്കണം, സഹാവിന്റെ അമ്മാവനെ പറ്റിയാ പറയുന്നത്. തമ്പിക്കെതിരെ ശബ്ദമുയർത്തിലുള്ളവരാരും അടുത്ത പിറന്നാൾ ഉണ്ടിട്ടില്ലെന്ന്. പിറന്നാൾ ഉണ്ണാനും ഏകാദശി നോൽക്കാനുമല്ലോ മനുഷ്യൻ ജനിക്കുന്നത്. പട്ടി അമ്മാവന്റെ ഇത്തരം വാക്കുകളൊക്കെ സ്വന്തം ഡിക്ഷണറി സൂക്ഷിക്കുന്നതാണ് നല്ലത്. പ്രായപൂർത്തി വന്നൊരു ചെറുപ്പക്കാരനാണ് ഞാൻ. പിന്നെ തൊഴിലാളികളുടെ വസ്തുക്കളൊക്കെ പിടിച്ചെടുക്കാൻ കേസ് കൊടുക്കാൻ പോകുന്നത് കേട്ടു. നേരായ മാർഗത്തിൽ പോയ രക്ഷയില്ലെങ്കിൽ നിയമത്തിന്റെ വഴി പോയേ പറ്റൂ. നിയമം അത് പാവപ്പെട്ടവന് വേണ്ടിയുള്ളതല്ല. സമ്പന്ന വർഗത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടി സമ്പന്ന വർഗം തന്നെ എഴുതി വെച്ചിട്ടുള്ള ചതിയുടെ വിശുദ്ധ പുസ്തകം. നിന്റെ അധ്വാനിക്കുന്ന ജനവിഭാഗം ഉണ്ടല്ലോ, അവന്റെയൊക്കെ തലയിലെഴുത്തായത്. തമ്പി എന്തെങ്കിലും ഒന്ന് മുന്നിൽ കണ്ടിട്ടേ ഏത് കാര്യവും ചെയ്യൂ. ജെയിംസേ, സർ, ഈ പ്രമാണങ്ങളെല്ലാം നമ്മുടെ അഡ്വക്കേറ്റിൽ ഏൽപ്പിച്ചത്. ഇവന്റെ സഖാക്കന്മാരെ തൊഴിലാളികളുടെയും നഖം വരെ തമ്പിയുടെ പത്താട്ടിനുണ്ടാകണം. ജെയിംസേ, ആ പ്രമാണങ്ങൾ ഇങ്ങ് തരൂ. അയ്യോ ജെയിംസർ, നിങ്ങളെക്കാൾ പ്രായം കുറഞ്ഞ ആളാ ഞാൻ. ആരും ആരെയും സാറേന്ന് വിളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്നെ ജയിലെന്ന് വിളിച്ചാൽ മതി. ആ പ്രമാണങ്ങൾ തരൂ. തമ്പി മുതലാളി നിങ്ങൾ ഒരു ചുക്കും ചെയ്യില്ല. തൊഴിലാളി വർഗത്തെ ചൂഷണം ചെയ്തു വളരുന്ന മുതലാളി വർഗത്തിനെതിരെയുള്ള സമരത്തിനാണ് നമ്മുടെ യൂണിയൻ എപ്പോഴും നേതൃത്വം നൽകിയിട്ടുള്ളത്. ആ ചരിത്രം ഇതാ വീണ്ടും ആവർത്തിക്കപ്പെടുന്നു. ഉറക്കെ വിളിക്കും. ഈ രാജ്യത്തെ ബൂർഷ്വാ കുത്തക മുതലാളിമാരുടെ മണിമാളികൾ മുഴങ്ങട്ടെ. ഈ ഇൻക്ലാബ് സിന്ദാബാദ്, ഈ ഇൻക്ലാബ്, ഈ ഇൻക്ലാബ്. രാപ്പകല് കഷ്ടപ്പെട്ട് വീട്ടിൽ കയറി വന്നാൽ രുചിയുള്ളൊരു സാധനം ഉണ്ടാക്കി തരില്ല. ചമ്മന്തി ചമ്മന്തി ചമ്മന്തി. ചുമ്മാതല്ല നാട്ടുകാര് ചമ്മന്തി ചെല്ലപ്പം പിള്ളേന്ന് ഒട്ടപ്പരിട്ടിരിക്കുന്നത്. നാട്ടുകാരല്ല, നിന്റെ അച്ഛൻ പിമ്പിരി പാച്ചുള വിളിച്ചാ പോലും മുൻമന്ത്രി ചെല്ലവൻ പിള്ളയ്ക്ക് ചമ്മന്തി കൂടിയേ തീരൂ. ഒരു മന്ത്രി 1.5 ആഴ്ചയല്ലേ കസേരയിൽ ഇരുന്നുള്ളൂ. ചുളയുള്ളവനാണെങ്കിൽ അധികം നാളൊന്നും വേണ്ടടി. 1.5 ആഴ്ച കൊണ്ടാണ് ഞാൻ ഈ വലിയ ബംഗ്ലാവും നിന്റെ പട്ട് സാരിയും പണ്ടാരമൊക്കെ ഉണ്ടാക്കിയത്. പുട്ടിന് മാവുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ ഇത് ഉണ്ടാക്കിയത്. അതിന് പയറുണ്ട്, പപ്പടമുണ്ട്, പഴമുണ്ട്, തേനും ഉണ്ട്. തേൻ തേൻ തേൻ, നിനക്കെപ്പോഴും തേന്റെ വിചാരേ ഉള്ളൂ. നോക്ക്, പുട്ടിന്റെ കൂടെ ഇച്ചിരി ചമ്മന്തി കൂടെ തേഞ്ഞു പോവും. മുട്ട വറുത്തത്, ഇറച്ചി വറുത്തത്, കിച്ചടി, പപ്പടം, മീൻകറി ഇതെല്ലാം ഉണ്ടാക്കി വെച്ചല്ലോ കുഞ്ഞ്. മുട്ടയും മീനും ഇറച്ചി എനിക്കതൊന്നും വേണ്ട. നിങ്ങൾക്ക് എന്താ ഇത്തിരി ഇടിച്ചമന്തി ഉണ്ടാക്കി വെച്ചൂടെ? എന്താ മോളെ? ഡാഡി, there is no ഇടിച്ചമന്തി for evening tiffin. പുതിയ വേലക്കാരി വരുമ്പം എന്തൊക്കെ ഉണ്ടാക്കണം നീ പറഞ്ഞു കൊടുക്കണം. എനിക്ക് ചോറായാലും
കഞ്ഞിയായാലും മറ്റവനായാലും എനിക്ക് ചമ്മന്തി കൂടിയേ തീരും. എനിക്ക് പ്ലെയിൻ ചമ്മന്തി, എന്റെ മോക്ക് ഇടിച്ചമ്മന്തി, അതായത് തണ്ട ചമ്മന്തി. എന്റെ ഭാര്യയ്ക്ക് തേൻ. തന്തയ്ക്ക് ചമ്മന്തി, മോക്കിടിച്ചമ്മന്തി, അമ്മയ്ക്ക് തേൻ. നല്ല കോമ്പിനേഷൻ. ഞാൻ ആ കോളേജിൽ കൽക്കാൻ